ദൈവം ആഗ്രഹിക്കുന്നത് ആ ലവ് ദൈവത്തോടുള്ളത് വർദ്ധിക്കുമ്പോൾ ആ സ്നേഹം വർദ്ധിക്കും, ആ പരിജ്ഞാനം വർദ്ധിക്കും. അപ്പോൾ കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് അനന്യമായി ബ്ലെയിംലെസ് ആയിട്ട് നിൽക്കാൻ പറ്റും. നമ്മുടെ സാൽവേഷൻ്റെ ഫ്രൂട്ട് നമ്മളിലൂടെ വർദ്ധിക്കാനിടയാകും. റൈറ്റസ്നെസ്സിൻ്റെ ക്യാരക്ടർ നമ്മളിലൂടെ വർദ്ധിക്കാനിടയാകും. അതിലൂടെ പിതാവിൻ്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടും. ഇതല്ലേ ഒരു ദൈവപൈതലിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. നമ്മളും ഈ ദിവസങ്ങളിൽ, ഇന്നത്തെ ദിവസം ലോകം മുഴുവനും അവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊരു ദിവസമായി ലോകം മുഴുവനും തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവൻ, നമുക്ക് വേണ്ടി വില കൊടുത്തവൻ, നമുക്കൊരു കിഡ്നി ഡാമേജ് ആയാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും തരത്തില്ല. പക്ഷേ സ്വന്തം ജീവനെയും കൊടുത്ത് നമ്മളെ രക്ഷയ്ക്ക് വാങ്ങിയവൻ്റെ ആ പ്രാണപ്രിയൻ്റെ ഇഷ്ടത്തെ അറിയുവാൻ നിത്യത നമ്മുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. ഓരോ മനുഷ്യനും അതറിഞ്ഞ് ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാകട്ടെ. എല്ലാവർക്കുമുള്ള ആത്മഭാരം നമ്മുടെ ഉള്ളത്തിലുണ്ടായിരിക്കട്ടെ. ഒരു വിവേകമുള്ള ഒരു സ്ത്രീ, സദൃശ്യവാക്യം 14:1, അവൾ ഭവനം പണിയും വിവേകത്തോടുകൂടി. ആ വിവേകം നമ്മളിൽ വ്യാപരിക്കട്ടെ. എവറിത്തിങ് ഈസ് പോസിബിൾ. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പറയാണ് എവറിത്തിങ് ഈസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം അപ്പോൾ കൃപമേൽ കൃപ തരും. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ നത്തിങ്. ആ കർത്താവിൻ്റെ സ്വഭാവം അത് നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ. ആ ക്രൈസ്റ്റിൻ്റെ ആ സ്വഭാവം നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ. ആ ക്യാരക്ടർ അവൻ്റെ തലയോളം വളരുവാൻ കർത്താവ് സഹായിക്കുന്നത് ആ സ്നേഹം വർദ്ധിക്കുമ്പോഴാണ്. അപ്പോൾ ഐ പ്രേ ദാറ്റ് യുവർ ലവ് വിൽ എവർ ഫ്ലോ മോർ ആൻഡ് മോർ ആൻഡ് ദാറ്റ് യു വിൽ കീപ്പ് ഓൺ ഗ്രോയിങ്. അങ്ങനെ വർദ്ധിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു ചെടി നട്ട് കഴിഞ്ഞിട്ട് അതങ്ങനെ നിന്നാൽ ഒട്ടും സന്തോഷമില്ല. ചെറിയ കുഞ്ഞുങ്ങളെ നമുക്ക് ഭയങ്കര സ്നേഹമാണ്. എത്ര കിസ് കൊടുക്കും. ആരും എത്ര വെറുക്കുന്നവരാണല്ലോ കുഞ്ഞുങ്ങൾക്ക് ഉമ്മ കൊടുക്കും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ. പക്ഷേ എന്നും ആ കുഞ്ഞ് അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു 10 വർഷം ആ കുഞ്ഞ് അങ്ങനെ ഇരുന്നാൽ നമുക്ക് ടെൻഷനാണ്. അയ്യോ ഇതെന്താ വളരാത്തതെന്ന്. അല്പസമയമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും. പക്ഷേ അത് പിന്നെയും വളരണം. നമ്മൾ വളർന്നു കഴിയുമ്പോൾ ചെറിയ കായ്കളായി, പിന്നെ വലിയ കായ്കളായി, പൂക്കൾ വിരിയണം, അല്ലെങ്കിൽ വെട്ടിക്കളയും. അവൻ്റെ വരവെങ്കിൽ ഏറ്റവും ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ വരവെങ്കിൽ നമ്മൾ അനന്യമായി നിൽക്കണമെന്നാണ്. ആ ഒരു ഉൾക്കാഴ്ച നമ്മുടെ ഉള്ളത്തിൽ ദൈവം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സ്നേഹത്തിൽ വളരുക. ഹല്ലേലൂയ. ആ സ്നേഹം വർദ്ധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ജ്ഞാനവും വിവേകവുമുണ്ട്. ആ സ്നേഹവും പരിജ്ഞാനവും വിവേകവും നമ്മൾ ആഗ്രഹിക്കും. എങ്ങനെ പരിജ്ഞാനം വർദ്ധിക്കും, അങ്ങനെ വിവേകം വർദ്ധിക്കും, എങ്ങനെ അതിൽ വളരും? അവനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, അവൻ്റെ ഇഷ്ടത്തെ